നമ്മൾ ഇന്നൊരു മീനച്ചാർ ഉണ്ടാക്കാമേ. ഇതിന് ആവശ്യത്തിന് ഞാൻ 1 കിലോ മോതമീൻ എടുത്തിട്ടുണ്ട്. ഈ മോതമീൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് നല്ലവണ്ണം വറുത്ത് കോരി മാറ്റി വെക്കണം. ഈ മീനച്ചാർ പറയുന്നത് നമ്മൾ മോതമീനോ ചൂറ മീനോ വലിയ വലിയ മീനിൽ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല. നമുക്ക് ചൂടമീൻ ഉണ്ടാക്കാം, മത്തിമീൻ ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം, ആ മീനിൽ ഇച്ചിരി മുള്ള് കാണുമല്ലോ കുഞ്ഞു മീനിലൊക്കെ. അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഈ ഫ്രൈ ആക്കുമ്പം ആ മുള്ളൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ മീൻ നമുക്ക് കിട്ടുവാണെങ്കിൽ അച്ചാറിടാം. ഇപ്പം ഈ മീനിൽ മുള്ളില്ല, അതാ ഒരു വിഷയം. പിന്നെ നല്ല ടേസ്റ്റിയാണ് മീനച്ചാറെന്ന് പറഞ്ഞാൽ. വളരെ ടേസ്റ്റിയല്ലേ. എപ്പോഴും നമുക്ക് മീൻ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. മീൻ കിട്ടാത്ത സമയത്ത് നമ്മളെ വീട്ടിൽ ഒരു പച്ചക്കറി കറി വെക്കുവാണെങ്കിൽ, ഒരു കഷ്ണം മീനച്ചാർ വെച്ച് കഴിക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം തൃപ്തിയായില്ലേ. ഇപ്പം മീൻ ഫ്രൈ ആക്കിക്കൊണ്ടേ ഇരിക്കുവാണേ. ഒന്ന് നല്ലവണ്ണം മൂത്ത് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മീൻ നല്ലവണ്ണം വറുത്ത് കോരി എടുക്കുന്നതാണ് നമുക്ക് ആ മീനച്ചാറിൻ്റെ ഒരു നല്ല ടേസ്റ്റാണേ. ഇപ്പം നേരത്തെയൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ ഈ പാചകം ചെയ്യുമ്പം ഞാൻ ഞങ്ങളുടെ വീട് പട്ടിക്കൊക്കെ കൊടുക്കും. പക്ഷേ ഞങ്ങളുടെ പട്ടി പോലും കഴിക്കത്തില്ല കേട്ടോ. അത്രയ്ക്കും എനിക്കൊന്നും അറിയത്തില്ല പാചകത്തിൽ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അത്യാവശ്യം കാര്യം അറിയാൻ പറ്റും. എക്സ്പെർട്ടെന്നൊന്നുമില്ല. എന്നാലും നമ്മുടെ ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യാനറിയാം. അന്നത്തെ കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. പിന്നെ ഇപ്പം അത് പോട്ടെ. ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് 2-3 കഷ്ണം കായം എടുത്തിട്ടുണ്ട്. ഞാൻ കായപ്പൊടിയല്ല എടുത്തത്, കായമാണ് എടുത്തത്. അതാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും കൂടി ഇട്ട് നമ്മൾ വറുത്തെടുക്കുവാണേ. എണ്ണ ഒന്നും ഒഴിക്കണ്ട. അതും വറുത്ത് ഈ കായവും ഈ സാധനം കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ മീൻ വറുത്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് നല്ലെണ്ണ കൂടി ഒഴിച്ച്, നല്ലെണ്ണ ഇച്ചിരി ഏറെ ഒഴിക്കണം. എന്നാൽ മീൻ കുറച്ച് കേടുകൂടാതെ ഇരുന്നോളും. ഇപ്പം നമുക്ക് കടുക് ഇടാം. ഇച്ചിരി ഉലുവയും കൂടി ഇട്ടിട്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നല്ലവണ്ണം നല്ല ഫ്രൈ ആക്കണേ. ഫ്രൈ ആയതിനു ശേഷം ഇതിന് ആവശ്യത്തിനുള്ള നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി, പിന്നെ ഇച്ചിരി വറ്റൽമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മതി. നമ്മൾ അച്ചാർ പൊടി കടയിൽ കിട്ടും, അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ ആവശ്യം ഏതോ അത്. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നല്ല എണ്ണയ്ക്കകത്തിട്ട് ആ മസാല ഒരു 2 മിനിറ്റോളം നല്ല മിക്സാക്കി കിട്ടണേ. നമുക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് കാര്യം, ഈ മുളകിന് നമുക്ക് ഈ മീനിന് ഒരു പുളിയുടെ ടേസ്റ്റ്. വിനാഗിരി ഒഴിച്ച് കൊടുക്കണേ, വിനീഗർ. അത് ഞാനിപ്പോൾ 1 കിലോ മീനിന് ഒരു ഗ്ലാസ്സോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വിനാഗിരി ഒന്ന് തിളയ്ക്കുവാണെങ്കിൽ പിന്നെ നമ്മുടെ വറുത്ത മീനിട്ടാൽ നമ്മുടെ അച്ചാർ റെഡിയാണേ. വളരെ ടേസ്റ്റാണ് ഈ അച്ചാർ. നിങ്ങൾ ഒരു കഷ്ണം കഴിക്കുവാണെങ്കിൽ നിങ്ങൾ നിൽക്കത്തില്ല, പിന്നെയും അത് കഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആ പുളിയും എരിവും ആ ഒരു ടേസ്റ്റ് അത് കഴിച്ചവർക്ക് അറിയാം. ഇത് കണ്ടോ. ഇപ്പം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന മീനിടാണേ. മീനിട്ടിട്ട് പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് എല്ലാം മിക്സാക്കി കൂട്ടിയ ശേഷം അന്ന് മീനച്ചാർ കഴിക്കുന്ന കാട്ടിൽ ഒരു 2-3 ദിവസം കഴിക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടയിലൊക്കെ മീനൊക്കെ എന്ത് വിലയാണ്. മീൻ അച്ചാറിനൊക്കെ 1 കിലോയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. നിങ്ങൾ വീട്ടിൽ ഇച്ചിരി മീൻ മേടിച്ചൊന്ന് അച്ചാറിട്ട് വെക്കുവാണെങ്കിൽ കുറേ ദിവസത്തിന് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ. ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എല്ലാവർക്കും അറിയാം മീൻ അച്ചാർ, പക്ഷേ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. വളരെ ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.